ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെയും ജീവൻ നിലവാരത്തെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്നത് മദ്യം, ഒപ്പിയോയിഡുകൾ, അതുപോലെ തന്നെ മാരിജുവാന എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത് മിതമായത് മുതൽ ഭയങ്കര ഭയാനകമായിട്ട് തീവ്രമായിട്ട് ഗുരുതരമായിട്ടൊക്കെ നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ട്. അപ്പോൾ ഇത് ചികിത്സിക്കാവുന്ന ഒരു മാനസിക ആരോഗ്യാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ശരിക്കും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്താണെന്നും അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, കാലക്രമേണ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ ലഹരി വസ്തുക്കളുടെ പ്രവർത്തനം മൂലമായിരിക്കും. ആ ഒരു ലെവലിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കും. കാരണം അത് കഴിച്ചാലേ ഉള്ളൂ നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം സാധാരണയായിട്ട് നമുക്ക് ഉന്മേഷവും ഊർജ്ജവും ഒക്കെ തരുന്നത് നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമൈനുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ അത് സാധാരണയായിട്ട് നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ എക്സസൈസിൽ നിന്നും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. അത് നമ്മൾ ഈ ലഹരി വസ്തുക്കളുടെ അധികമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഡോപ്പമൈൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിട്ട് വരികയും അത് ഒരു മനുഷ്യനെ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിലേക്കും ഉന്മേഷത്തിലേക്കും ഒക്കെ വരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതൊരു ആസക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾക്ക് സാധാരണ ഒരു ലെവലിൽ ഒരു ഡോസ് മെഡിസിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലഹരി വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് വളരെയേറെ വർദ്ധിക്കുകയും അതുമൂലം നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും അതുപോലെ തന്നെ നമുക്ക് അതുവരെ ഏത് കാര്യത്തിലാണോ നമുക്ക് പേടി ഉണ്ടായിരുന്നത് ആ ഒരു പേടിയെ താൽക്കാലികമായിട്ട് മാറ്റി നമുക്ക് നല്ല ഊർജവും ഉന്മേഷവും അതുപോലെ നല്ല പ്രഷറും ഒക്കെ കിട്ടുന്നതായിട്ട് തോന്നും. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് നല്ല ഒരു ഉന്മേഷവും ഒക്കെ സന്തോഷമൊക്കെ കിട്ടി. അപ്പോൾ പിറ്റേ ദിവസവും നമുക്ക് അത് വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ തുടരെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതില്ലാതെ നോർമലായിട്ടുള്ള ഒരു ലൈഫിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതൊരു ആസക്തിയായിട്ട് മാറും. അപ്പോൾ ഒരു രോഗമായിട്ട് മാറും. ഇത് നമ്മളുടെ വൈകാരിക ക്ഷേമവും വിദ്യാഭ്യാസവും ബന്ധങ്ങളും കരിയർ എന്നിവയെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾക്ക് കൂടാതെ തന്നെ നമ്മൾ പല കേസുകളിലേക്കും അറിയപ്പെടാതെ തന്നെ നമ്മൾ വയലൻസിലേക്കൊക്കെ പോകുമ്പോൾ കേസുകളിലേക്കൊക്കെ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ കേസുകളിലൊക്കെ പെട്ട് ജയിലിലാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ചികിത്സിക്കാവുന്ന ഒരു മാനസിക അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, ആൽക്കഹോളിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പിന്നെ കൊക്കൈൻ യൂസ് ഡിസോർഡർ ഉണ്ട്, പിന്നെ ടുബാക്കോ യൂസ് ഡിസോർഡർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡറുകളിൽ പല തരത്തിലായിട്ട് ഇത് കാണപ്പെടുന്നു. ടൈപ്പിലായിട്ട് ഓരോ ആൾക്കാരുടെ ഉപയോഗം എന്താണ്, ഏത് വസ്തുവാണെന്ന് നോക്കിയിട്ട് അതിനെ തരംതിരിക്കാം. പൊതുവെ നമ്മൾ പറയുന്നത് ആൽക്കഹോളും ടുബാക്കോ യൂസിനെ പറയുന്നത് പോളി സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ്. പോളി സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ഉപയോഗം, ആൽക്കഹോളിന്റെയും അതുപോലെ തന്നെ ടുബാക്കോയുടെയും. അപ്പൊ ഇങ്ങനെ ഇത്രയും തരത്തിലാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ പൊതുവെ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ്. ഇത് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ക്രമക്കേടും ഒക്കെ പൊതുവെ അതിന്റെ ലക്ഷണങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മൾ ഏത് വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും. അപ്പൊ ഓരോ വസ്തുവിനും ഓരോ തരത്തിലുള്ള ലക്ഷണങ്ങളും പ്രതിഫലങ്ങളും ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ ഏതാണ് ഉപയോഗിച്ചത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ചു എന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ വസ്തു ശരീരത്തിൽ എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിച്ചു എന്നത് നോക്കിയിട്ട് വേണം നമുക്ക് അതിനെ തരംതിരിക്കാൻ. ഒന്നാമത്തേതായിട്ട് നമുക്കറിയുന്ന ഒരു ലഹരിയാണോ അല്ലെങ്കിൽ വിഡ്രോവൽ ആണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിന് ചികിത്സ ആരംഭിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇത് നമ്മളുടെ ശരീരത്തിലെ നമ്മളിത് കണക്കാക്കുമ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ആ വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ആളുടെ ഉറക്കം, ശാന്തത,
അതുപോലെ തന്നെ ആവേശം, അതുപോലെ തന്നെ വികാരങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഈ പദാർത്ഥം നമ്മളുടെ തീരുമാനത്തെയും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയും ഏത് രീതിയിലാണ് ശരീരത്തിനെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്നത് എന്ന് അതനുസരിച്ച് ചിലവർ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വളരെയേറെ മദ്യം അല്ലെങ്കിൽ ചില വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ തീവ്രമായിട്ട് ദേഷ്യവും അതുപോലെ ചിലപ്പം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെയൊക്കെ പ്രകടിപ്പിച്ചു വരാം. ചിലർ അമിതമായിട്ട് സംസാരിക്കും, അമിതമായിട്ട് ഉറങ്ങും. അപ്പോൾ അത് ആ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ അളവും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഏത് വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ചില പദാർത്ഥം കുറച്ച് കാലത്തേക്ക് മാത്രമേ അമിതമായിട്ടുള്ള ഈ ഒരു ആവേശവും ഒക്കെ കാണിക്കത്തുള്ളൂ. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോ അതിന്റെ ഫലങ്ങള് അവർ പ്രകടിപ്പിക്കുന്ന രീതി ചിലപ്പോൾ മാറിയെന്ന് വരാം. ചിലവർക്ക് ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കാനവും ഛർദിയും ഒക്കെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വയറിളക്കവും തലവേദനയും ചിലപ്പം വിയർപ്പ്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, പേശി വലിവ് ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊതുവെ ഇപ്പം നമ്മൾ കാണപ്പെടുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിൽ പൊതുവെ നമുക്ക് മണം കൊണ്ടോ ശരീര ലക്ഷണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. ചിലപ്പോൾ ഒരു മണവും കാണില്ല, ചിലപ്പോൾ ഈ വയലന്റ് ആകുന്ന ഒരു ബിഹേവിയർ ഒന്നും കാണത്തില്ല, നോർമലായിട്ട് തന്നെ അയാൾ പെരുമാറുന്നതായിട്ട് കാണാം ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ തീവ്രത പോരാതെ വരുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനും അമിതമായിട്ട് പൈസയും ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ പ്രശ്നങ്ങളായി വരുമ്പോൾ മനസ്സിലാക്കാം ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലാണെന്ന്. പിന്നെ ഉറക്കം സ്ഥിരമായിട്ടുള്ള രീതിയിലല്ല, മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഉളച്ച് ഇരുന്നിട്ട് പകലും നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന രീതിയിലേക്കൊക്കെ മാറാം. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ എല്ലാത്തിലെയും വളരെയേറെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഇത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഡ്രോവൽസ് ഉണ്ടാവുന്നു. ഇതെങ്ങനെ നേടിയെടുക്കാം എന്നൊരു ചിന്ത കൂടുതൽ അമിതമായിട്ട് ചിന്ത വരുന്നു. പിന്നെ ജോലി ചെയ്യുന്ന കൃത്യമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് അത് കൃത്യനിഷ്ഠ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ജോലിയിലും ജീവിതത്തിലൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു. പിന്നെ വിശപ്പിന്റെ ഭക്ഷണം കഴിക്കാനോ ഒന്നും വലിയ താല്പര്യം കാണില്ല, അമിതമായിട്ടുള്ള ക്ഷീണവും ഒക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ടോളറൻസ് വന്നു കഴിയുമ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഈ സിംറ്റംസ് ഒക്കെയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. കിട്ടിയില്ലെങ്കിൽ ഇതെങ്ങനെ നേടിയെടുക്കാമെന്ന് അമിതമായിട്ട് ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കിട്ടാനായിട്ടുള്ള ഏത് വഴിയും അവര് കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ സബ്സ്റ്റൻസ് ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എക്സാക്റ്റ് ഒരു കാരണമാണ് എന്ന് നമുക്ക് ശാരീരികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെ നമുക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് വരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ചിലപ്പം ഇതിന്റെ ഉപയോഗം ഉണ്ടാകുന്ന സോഷ്യൽ പ്രഷർ മൂലം, ഇപ്പം അഡോളസെന്റ് ഏജിലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് പിയർ പ്രഷർ മൂലം എടാ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്ക് എന്നൊക്കെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാം. രണ്ടാമതായിട്ട് ക്യൂരിയോസിറ്റി. പലരും ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഞാനും അത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ്, എനിക്ക് ധൈര്യം ഉണ്ടാവും, എനിക്ക് പേടിയുണ്ട്, അതൊക്കെ മാറിക്കിട്ടും, അല്ലെ അതെങ്ങനെയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് ഉള്ള ഒരു ചിന്ത, ഒരു ക്യൂരിയോസിറ്റി മൂലം സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സൊക്കെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പേടിയൊക്കെ മാറാനും സ്കൂളിലും ഒക്കെ നല്ല ഒരു ഇത് പെർഫോം ചെയ്യാനായിട്ടൊക്കെ പേടി മാറാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇമോഷണൽ എസ്കേപ്പ്. നമുക്ക് ചിലവർക്ക് സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എനിക്കിന്ന് സ്ട്രെസ് കുറയ്ക്കണം, എനിക്ക് ഉറങ്ങണം, അപ്പോൾ കുറച്ച് മദ്യം കഴിച്ചേക്കാം അല്ലെങ്കിൽ ഉപയോഗിച്ചേക്കാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ട് അതിൽ നിന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലർ യൂസ് ചെയ്ത് തുടങ്ങാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്കറിയാം ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട്
കുറച്ച് സമയത്തേക്കൊക്കെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് വളരെ കൂടുതൽ സ്ട്രെസ് കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് പിന്നെയും യൂസ് ചെയ്യാനായിട്ട് നോർമൽ തിങ്കിങ്ങിലേക്ക് വരണമെങ്കിൽ ഇത് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് പല പാറ്റേണിൽ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ചിലവരെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒക്കേഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പാർട്ടികളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ വീക്കെൻഡിലോ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുകൂടാതെ ചിലർ ഹെവി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും റുട്ടീനായിട്ട് എല്ലാ ദിവസങ്ങളിലും റെഗുലറായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സബ്സ്റ്റൻസ് ഒന്നിലധികം പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നവർ, ഇപ്പം മദ്യവും അതും കൂടാതെ തന്നെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, ടുബാക്കോ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒന്നിലധികം പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയിലെ എത്രമായിട്ട് തീവ്രതയുണ്ടാക്കുന്നോ അത്ര മാത്രം ഉപദ്രവമായിട്ട് അയാൾക്ക് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചില മെന്റൽ കണ്ടീഷനിലൊക്കെ പ്രശ്നങ്ങളുമായിട്ട് വരാം. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമുക്കറിയാം വളരെയേറെ എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേഷനോ ജോലിയിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകാം. പോരാഞ്ഞിട്ട് തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഡിപ്രഷൻ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇപ്പം നീഡിലൊക്കെ യൂസ് ചെയ്തതാണെങ്കിൽ ഒന്നിലധികം പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് HIV അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മെമ്മറി ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കരിയറിലും അക്കാഡമിക്സിലൊക്കെ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്റർപേഴ്സണൽ റിലേഷൻസിൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും റിസ്ക് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തന്നെ എപ്പോഴും കേസുകളും പ്രശ്നങ്ങളും ജയിലിലാകാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തു തന്നെയായാലും ഈ സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നത് ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്ത് തന്നെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. കാരണം ഉപയോഗിച്ച ആൾക്ക് ഏത് തരത്തിലുള്ള യൂസാണ്, മൈൽഡാണോ, അതുപോലെ തന്നെ ഒത്തിരി ദിവസവും കഴിക്കുന്നതാണോ, എന്തൊക്കെ പദാർത്ഥങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അത് എത്രമാത്രം ഒരാളുടെ ബോഡിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട്, മൈൻഡിനെയും അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ എത്രമാത്രം ഹെൽത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിൽ നമുക്ക് മെഡിസിൻ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ തെറാപ്പികൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നൊരു മാനസികാവസ്ഥ നമുക്ക് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഏത് അഡിക്ഷൻ ആണെങ്കിലും നമുക്ക് ഓർക്കുക, ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അനുവാദമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയാലും അയാൾ മാനസികമായിട്ട് തയ്യാറെടുക്കാതെ നമുക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്, വിഡ്രോവൽസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. തെറാപ്പി കൊണ്ടും അതുപോലെ തന്നെ മെഡിസിൻ കൊണ്ടും വളരെ ഈസി ആയിട്ട് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനെ നമുക്ക് അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഡിസോർഡറിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം, ഡിസോർഡറിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തെയും ഒക്കെ വളരെയേറെ ബാധിക്കുന്നുണ്ടാവുമല്ലോ. ആ ഒരു കുടുംബത്തിൽ ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുമൂലം നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.